ഭഗവാൻ ശ്രീകൃഷ്ണൻ സതീർത്ഥ്യനായ കുചേലന്റെ ദാരിദ്ര്യ ദുഃഖങ്ങൾ മാറ്റി സർവസൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിച്ച പുണ്യദിനമാണ് കുചേല ദിനം. എല്ലാ വർഷവും ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ചയാണ് കുചേല ദിനമായി ആചരിക്കുന്നത്. ഒരു പിടി അവൽ സ്വീകരിച്ച് ഒരു നേരത്തെ ആഹാരത്തിനു പോലും വകയില്ലാതിരുന്ന സുഹൃത്തായ കുചേലന്റെ ദാരിദ്ര്യ ദുഃഖം ശ്രീകൃഷ്ണൻ അകറ്റിയ കഥ എല്ലാവർക്കും അറിയാം. എങ്കിലും എന്തുകൊണ്ട് കുചേലൻ ദരിദ്രനായി എന്ന ഐതിഹ്യം അത്ര പ്രസിദ്ധമല്ല. കുചേലൻ ദരിദ്രനായ കഥ രണ്ടു രീതിയിൽ പറയപ്പെടുന്നു. അതിൽ ആദ്യത്തെ കഥ ഇങ്ങനെ. ഒരു ഗ്രാമത്തിൽ ഭക്തയായൊരു ബ്രാഹ്മണ സ്ത്രീ ഉണ്ടായിരുന്നു. ദരിദ്രയായ അവർ ഭിക്ഷയാചിച്ചിട്ടാണ് ജീവിതം കഴിഞ്ഞു പോന്നിരുന്നത്. പല ദിവസങ്ങളിലും അവർ പട്ടിണിയായിരുന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം അവർക്ക് ഒരു പൊതി കടല ഭിക്ഷയായി ലഭിച്ചു. അവർ അതും കൊണ്ട് വീട്ടിലേക്ക് വന്നു. ഭിക്ഷയായി ലഭിച്ച പൊതിക്കടല ഭഗവാന് നേദിച്ച ശേഷം കഴിക്കാമെന്ന് വിചാരിച്ച അവർ ക്ഷീണം കാരണം ഉറങ്ങിപ്പോയി. എന്നാൽ ആ രാത്രി അവിടെ കയറിയ കള്ളന്മാർ സ്വർണ്ണ നാണയമാണെന്ന് തെറ്റിദ്ധരിച്ച് ആ പൊതിക്കടല എടുത്തു. അപ്പോഴേക്കും ബ്രാഹ്മണ സ്ത്രീ ശബ്ദം കേട്ട് ഉണർന്ന് ബഹളം വെച്ചുവെങ്കിലും കള്ളന്മാർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. അവർ ഓടി സാന്ദീപനി മുനിയുടെ ആശ്രമത്തിൽ ഒളിച്ചിരുന്നു. ഈ സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിലാണ് ശ്രീകൃഷ്ണനും സുദാമാവെന്ന കുചേലനും വിദ്യ അഭ്യസിച്ചിരുന്നത്. പൊതിയിലുള്ളത് സ്വർണ്ണ നാണയങ്ങളല്ലെന്ന് മനസ്സിലാക്കിയ കള്ളന്മാർ ആ കടലപ്പൊതി ആശ്രമത്തിൽ ഉപേക്ഷിച്ച് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ടു. എന്നാൽ ഇതൊന്നും അറിയാതെ ബ്രാഹ്മണ സ്ത്രീ എന്റെ കടല ആര് ഭക്ഷിച്ചുവോ അവർ ദരിദ്രരായി പോവട്ടെ എന്ന് ശപിച്ചു. പിറ്റേന്ന് രാവിലെ ഗുരുമാതാവിന് കടലപ്പൊതി കിട്ടുകയും ശ്രീകൃഷ്ണനും സുദാമാവും കാട്ടിൽ വിറകു പെറുക്കാൻ പോകുമ്പോൾ അവർക്ക് വിശക്കുമ്പോൾ കഴിക്കാനെന്ന് പറഞ്ഞ് കൊടുത്തുവിടുകയും ചെയ്തു. ജന്മനാ ബ്രഹ്മജ്ഞാനിയായ സുദാമാവിന് ഈ പൊതി കയ്യിൽ കിട്ടിയപ്പോൾ തന്നെ അതിന്റെ രഹസ്യം മനസ്സിലായി. ഗുരുമാതാവ് പറഞ്ഞതിൻ പ്രകാരം കടല ശ്രീകൃഷ്ണന് കൊടുത്താൽ തന്റെ പ്രിയ സുഹൃത്ത് ദരിദ്രനാകും. ലോക നന്മയ്ക്കായി അവതരിച്ച തന്റെ സുഹൃത്ത് ദരിദ്രനായാൽ സൃഷ്ടി മുഴുവൻ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരും. ഇത് മനസ്സിലാക്കിയ സുദാമാവ് ശ്രീകൃഷ്ണന് കൊടുക്കാതെ കടല മുഴുവനും കഴിച്ച് ദാരിദ്ര്യത്തിന്റെ ശാപം സ്വയം വരിച്ചു. അങ്ങനെയാണ് സുദാമാവ് ദരിദ്രനായത് എന്നാണ് ഒരു ഐതിഹ്യം. സുദാമാവ് ദരിദ്രനായതിന്റെ മറ്റൊരു കഥ ഇങ്ങനെയാണ്. സാന്ദീപനി മഹർഷിയുടെ ആശ്രമത്തിൽ കൃഷ്ണനും സുദാമാവും വിദ്യ അഭ്യസിക്കുന്ന കാലം. ഒരു ദിവസം വിറക് ശേഖരിക്കുവാനായി ഗുരുപത്നി കൃഷ്ണനെയും ബലരാമനെയും സുദാമാവിനെയും കാട്ടിലേക്ക് പറഞ്ഞയക്കുന്നു. പോകുന്നതിനു മുമ്പ് അവർക്ക് വിശക്കുമ്പോൾ കഴിക്കുന്നതിനായി ഗുരുപത്നി സുദാമാവിന്റെ കയ്യിൽ ഒരു പൊതി കടല കൊടുത്തയച്ചിരുന്നു. മൂവരും കാട്ടിലെത്തി വിറക് ശേഖരിക്കുവാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോൾ ശക്തമായ മഴ വന്നതിനെ തുടർന്ന് അവർ മരത്തിന്റെ ചുവട്ടിലേക്ക് മാറിയിരുന്നു. ഈ സമയം സുദാമാവിന് വിശപ്പ് അനുഭവപ്പെടുകയും ഗുരുപത്നി 3 പേർക്കുമായി കൊടുത്തയച്ച കടല മുഴുവൻ സുദാമാവ് കൃഷ്ണനും ബലരാമനും അറിയാതെ മുഴുവൻ കഴിച്ചു തീർക്കുകയും ചെയ്തു. സുദാമാവ് കടല കഴിക്കുന്ന ശബ്ദം കേട്ട കൃഷ്ണൻ എന്താണ് ആ ശബ്ദം എന്ന് ചോദിച്ചപ്പോൾ അത് തണുപ്പ് മൂലം തന്റെ പല്ലുകൾ കൂട്ടിയിടിക്കുന്നതാണെന്ന് കൃഷ്ണനോട് കള്ളവും പറഞ്ഞു. ഇത് കേട്ട് സർവജ്ഞാനിയായ ഭഗവാൻ തനിക്കും നല്ല തണുപ്പ് അനുഭവപ്പെടുന്നെന്നും ഗുരുപത്നി തന്നയച്ച കടല കഴിച്ച് വിശപ്പ് ശമിപ്പിച്ചാൽ ഒരുപക്ഷെ ഈ തണുപ്പിന് അല്പം ആശ്വാസം ലഭിച്ചേക്കാമെന്നും സുദാമാവിനോട് പറഞ്ഞു. എന്നാൽ പൊതിക്കടല തന്റെ കയ്യിൽ നിന്നും നഷ്ടപ്പെട്ടു പോയെന്ന് സുദാമാവ് വീണ്ടും കൃഷ്ണനോട് കള്ളം പറഞ്ഞു. എല്ലാം അറിയുന്ന ഭഗവാൻ പുഞ്ചിരിക്കുക മാത്രം ചെയ്തു. പിന്നീടും അവർ സുഹൃത്തുക്കളായി തന്നെ സാന്ദീപനി ആശ്രമത്തിൽ വിദ്യ അഭ്യസിച്ചു. വിദ്യാഭ്യാസത്തിന് ശേഷം അവർ അവരവരുടെ കർമ്മ മേഖലയിലേക്ക് യാത്രയായി. ശ്രീകൃഷ്ണൻ ദ്വാരകാധിപതിയായി മാറി. എന്നാൽ സുദാമാവ് തന്റെ കർമ്മദോഷ ഫലമായി ചീത്ത വസ്ത്രം ധരിക്കുന്നവൻ എന്നർത്ഥമുള്ള കുചേലനുമായി മാറി. അദ്ദേഹത്തിന്റെ ഗൃഹം ഇല്ലായ്മയുടെ കൂടാരമായി മാറി. ദാരിദ്ര്യ ദുഃഖം സഹിക്കാനാകാതെയായപ്പോൾ ഒരു ദിവസം കുചേലന്റെ ഭാര്യ
ശ്രീകൃഷ്ണനെ കണ്ട് സങ്കടം പറയാനായി അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. എന്നാൽ വെറും കൈയോടെ എങ്ങനെയാണ് അദ്ദേഹത്തെ കാണാനായി പോവുക എന്ന് സുദാമാവ് പത്നിയോട് ചോദിച്ചു. സുദാമാവിന്റെ പത്നി ഉടനെ തന്നെ അയൽ വീടുകളിൽ നിന്നും ഭിക്ഷയാചിച്ചു കിട്ടിയ നെല്ല് കുത്തി അവിലാക്കി തുണിയിൽ പൊതിഞ്ഞ് ഭർത്താവിനെ ഏൽപ്പിച്ചു. ആ അവൽ പൊതിയുമായി സുദാമാവ് ദ്വാരക രാജധാനിയിലെത്തി. കൊട്ടാര മട്ടുപ്പാവിൽ നിന്ന് തന്റെ സുഹൃത്തിനെ കണ്ട ഭഗവാൻ ഓടിച്ചെന്ന് വാരിപ്പുണർന്നു. സ്നേഹത്തോടെ വരവേറ്റ് കൊട്ടാരത്തിൽ കൂട്ടിക്കൊണ്ടുവന്ന് പട്ടുമെത്തയിലിരുത്തി. രുക്മിണി ദേവി ചാമരം വീശി. ഭഗവാൻ സ്വയം തന്റെ സുഹൃത്തിന്റെ കാലുകൾ കഴുകി സുഗന്ധദ്രവ്യങ്ങളും കുറിക്കൂട്ടുകളും അണിയിച്ച് സൽക്കരിച്ചു. പലവിധ സ്നേഹപ്രകടനങ്ങളും കഴിഞ്ഞ് അവർ ഇരുവരും കുശലങ്ങളും ചോദിച്ചിരുന്നു. സാന്ദീപനി മഹർഷിക്ക് നാമെല്ലാം പുത്രതുല്യരായിരുന്നുവല്ലോ. ഒരിക്കൽ ഗുരുപത്നിയുടെ നിർദ്ദേശപ്രകാരം വിറകും തേടി കൊടും കാട്ടിലെത്തിയതും കടുത്ത കാറ്റും മഴയും മൂലം ദിക്കറിയാതെ രാത്രി കഴിഞ്ഞതും ഓർമ്മയില്ലേ? വിറകുമായി മടങ്ങിയെത്തിയ നമ്മളെ ഗുരു തേടിയെത്തി കെട്ടിപ്പുണർന്ന് അനുഗ്രഹിച്ചില്ലേ? അങ്ങനെ ബാല്യകാല സ്മരണകൾ പറഞ്ഞ് കൃഷ്ണൻ കുചേലനൊപ്പം കുറെ സമയം സന്തോഷകരമായി ചിലവിട്ടു. ഭഗവാന്റെ വാക്കുകൾ കുചേലൻ കേട്ടിരുന്നു. സുദാമാവിനോടൊപ്പം പല കഥകളും പറഞ്ഞിരുന്ന ഭഗവാൻ ചോദിച്ചു, സുദാമ, എനിക്കെന്താണ് കൊണ്ടുവന്നത്? എന്തായാലും തരൂ എന്നും പറഞ്ഞ് ആ അവിൽ പൊതി ബലമായി പിടിച്ചു വാങ്ങി. ആവേശത്തോടെ ഒരു പിടി വാരി വായിലാക്കി കണ്ണൻ. രണ്ടാമതും ഒരു പിടി വാരിയെടുക്കവേ ലക്ഷ്മി ദേവിയായ രുക്മിണി കയ്യിൽ കയറി പിടിച്ചു. കാരണം ആദ്യത്തെ ഒരു പിടി അവിലിൽ തന്നെ സുദാമാവിന്റെ സകല ആഗ്രഹങ്ങളും നിറവേറ്റാൻ ബാധ്യസ്ഥനായി മാറിയ ഭഗവാൻ ഒരു പിടി കൂടി ഭുജിച്ചാൽ എന്തുണ്ടാകുമെന്ന് അറിയാവുന്ന ദേവി തടസ്സം നിന്നതിൽ കുറ്റമില്ലല്ലോ. ദ്വാരകയിലെ കൊട്ടാരത്തിൽ അതീവ സ്നേഹത്തോടെ സ്വീകരിക്കുകയും തന്റെ കയ്യിലുണ്ടായിരുന്ന അവൽ വളരെ സന്തോഷത്തോടെ കഴിക്കുകയും ചെയ്ത ശ്രീകൃഷ്ണനോടുള്ള അതീവ ഭക്തിയിൽ സർവം മറന്ന കുചേലൻ താൻ വന്ന കാര്യം പറയാതെയാണ് മടങ്ങിയത്. തിരികെ വീട്ടിലേക്ക് നടക്കുമ്പോൾ മുഴുവനും പത്നിയോട് താൻ എന്ത് മറുപടി പറയും എന്ന ദുഃഖമായിരുന്നു കുചേലന്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. എന്നാൽ തന്റെ വീടിരിക്കുന്ന സ്ഥലത്തെത്തിയപ്പോൾ കുചേലൻ കണ്ടത് വലിയ കൊട്ടാരവും ആഭരണങ്ങൾ അണിഞ്ഞു നിൽക്കുന്ന പത്നിയെയും കുട്ടികളെയുമാണ്. ശ്രീകൃഷ്ണന്റെ അനുഗ്രഹത്താൽ നാം ഇന്ന് സമ്പന്നരായി മാറിയെന്ന് അവർ സന്തോഷത്തോടെ സുദാമാവിനെ അറിയിച്ചു. സുദാമാവ് ദരിദ്രനാകാൻ കാരണമായി പറയപ്പെടുന്ന 2 കഥകൾ നമ്മൾ കണ്ടു. ഇതിൽ സത്യമായ കഥ ഏതുമായി കൊള്ളട്ടെ, ഈ 2 കഥയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായുള്ള വിഷയമുണ്ട്. ഒന്നാമത്തെ കഥയനുസരിച്ച് ലോക നന്മയ്ക്കായി സുദാമാവ് ചെയ്ത ത്യാഗം. കുറച്ചുനാൾ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും പിന്നീട് ആ ബ്രാഹ്മണ സ്ത്രീയുടെ ശാപത്തിൽ നിന്നും അദ്ദേഹം ചെയ്ത സത്കർമ്മത്തിന്റെ ഫലമായി അദ്ദേഹത്തിന് മോചനം ലഭിച്ചു. സുദാമാവ് ചെയ്ത ത്യാഗത്തിന്റെ ഫലമായി ഭഗവാൻ സർവ ഐശ്വര്യങ്ങളും നൽകി അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. ഇനി രണ്ടാമത്തെ കഥയനുസരിച്ച് പറയുകയാണെങ്കിൽ സുദാമാവിന്റെ കർമ്മദോഷ ഫലമായി അദ്ദേഹത്തിന് ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ അറിഞ്ഞോ അറിയാതെയോ ഒരു പ്രായശ്ചിത്തമായി സുദാമാവ് കൃഷ്ണനെ വന്ന് കാണുകയും കൃഷ്ണൻ അദ്ദേഹത്തിന്റെ അവൽ കഴിച്ചതിലൂടെ സുദാമാവിന്റെ കർമ്മദോഷം ഇല്ലാതാവുകയും ചെയ്തു. ഗുജറാത്തിലെ പോർബന്തറിലാണ് കുചേലൻ ജനിച്ചത്. അവിടെയാണ് ഭാരതത്തിലെ ഏക കുചേല ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ നിന്നാണ് കുചേലൻ ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണനെ കാണാനായി പുറപ്പെട്ടത്. ഭക്ത കുചേലന് സദ്ഗതി കിട്ടിയ ദിവസമായാണ് എല്ലാ വർഷവും ധനുമാസത്തിലെ ആദ്യ ബുധനാഴ്ച കുചേല ദിനമായി ആചരിക്കുന്നത്. ഭക്തിയോടെ എന്ത് സമർപ്പിച്ചാലും അത് ഭഗവാന് പ്രിയപ്പെട്ടതാണ് എന്നാണ് കുചേലന് ലഭിച്ച അനുഗ്രഹം വ്യക്തമാക്കുന്നത്.